+2 മാത്സിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ്. ഇതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? ഈ ചാപ്റ്ററിലുള്ള ഇക്വേഷൻസ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് എവിടെ അപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ തരാം. ആദ്യം ഇൻ്റഗ്രൽസ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രൽസിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസും എല്ലാം നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇതിൻ്റെ PDF നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നോക്കിക്കോ. ആദ്യത്തേത് സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചാൽ നമ്മൾ തുടങ്ങുക. ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 dx, 0നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോൺസ്റ്റന്റ് C ആണ് കിട്ടുക. രണ്ടാമത്തത് ഇൻ്റഗ്രൽ 1 dx, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ dx എന്നും പറയാട്ടോ. 1 dx എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ dx ഈക്വൽ ടു x പ്ലസ് C. നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നാണ് പറയാം. എല്ലാ സ്ഥലത്തും അവസാനം ആൻസറിൽ ഒരു +C ഇട്ട് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ആൻഡ് അടുത്തത് ഇൻ്റഗ്രൽ x⁻n, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻ്റഗ്രൽ x⁻n dx ഈക്വൽ ടു x⁻n+1/n+1. അടുത്തത് ഇൻ്റഗ്രൽ 1/x dx. 1/x dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് x പ്ലസ് C. കൃത്യമായിട്ട് പഠിക്കണേ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എഴുതി പഠിക്കുക. അടുത്തത് ഇൻ്റഗ്രൽ 1/x². 1/x²നൊക്കെ നിങ്ങൾക്ക് x⁻² എന്ന് എഴുതാം. 1/x² അല്ല, ഡിനോമിനേറ്ററിൽ x² ആണെങ്കിൽ അത് ന്യൂമറേറ്ററിലേക്ക് എഴുതുമ്പോൾ x⁻² ആവും. എന്നിട്ട് ഈ ഫോർമുല, മൂന്നാമത്തെ ഫോർമുല വെച്ചിട്ട് എഴുതിയാൽ ഈ ആൻസറാണ് കിട്ടുക, -1/x+c. അടുത്തത് റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 2/3 x⁻³ അതൊക്കെ പഠിച്ചു വെക്കുന്നതാണ് ബെറ്റർ. റൂട്ട് എക്സിന് നിങ്ങൾക്ക് x⁻1/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി അങ്ങനെ എഴുതിയിട്ടില്ല, ഇത് കാണാതെ പഠിക്കുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അടുത്തത് ഇൻ്റഗ്രൽ 1/√x dx എന്ന് പറഞ്ഞാൽ 2√x+c. ഏണായി. ഇനി അടുത്ത് നോക്കുക, എട്ടാമത്തത് ഇൻ്റഗ്രൽ k dx. k എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻറ്റിനെ പുറത്തിടുക, എന്നിട്ട് ഈ ഇൻ്റഗ്രൽ dx ചെയ്യുക. ഇൻ്റഗ്രൽ dx ചെയ്യുമ്പോൾ x, അപ്പോൾ kx എന്ന് വരും. ലാസ്റ്റ് ഒരു +c ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് അടുത്തത് ഇൻ്റഗ്രൽ e⁻x dx. e⁻xന് ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഡിഫറൻഷ്യേറ്റ് ചെയ്താലും e⁻x തന്നെ. പക്ഷേ ഇവിടുത്തെ ആൻസറിൽ ഒരു +c കൂടി ഇട്ട് കൊടുക്കുക. a⁻xൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ a⁻x/log a എന്നാട്ടോ. a⁻x /log a. a⁻xന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ a⁻x/log a. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. a⁻xൻ്റെ ഇൻ്റഗ്രലും കിട്ടി. ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, എന്നാലും ഇത് 10ാമത്തത് മാത്രം കേട്ടോ, ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിക്കാം. അടുത്തത് വരുന്നത് ട്രിഗണോമെട്രിക് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഓരോന്നും സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് എങ്ങനെ എഴുതാന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇൻ്റഗ്രൽ sin x - cos x, ഇൻ്റഗ്രൽ cos x sin x, ഇൻ്റഗ്രൽ sec²x tan x, ഇൻ്റഗ്രൽ cosec²x - cot x, ഇൻ്റഗ്രൽ sec(x tan x sec(x + c). അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, എല്ലാത്തിനും അവസാനം c ഇട്ട് കൊടുക്കണം. ഇൻ്റഗ്രൽ cosec(x cot x - cosec(x + c). ഇനി അടുത്തത് ഇവിടെ sin xൻ്റെതും cos xൻ്റെതും മാത്രമേ ഡയറക്റ്റ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് sec², cosec², sec(x tan x) അങ്ങനെയൊക്കെ. ഇനി എങ്ങനെയാണ് നോക്ക്, ഇൻ്റഗ്രൽ tan x ലോഗ് മോഡ് sec(x), ഇൻ്റഗ്രൽ cot x ലോഗ് മോഡ് sin x, ഇൻ്റഗ്രൽ cosec(x) ലോഗ് മോഡ് cosec(x - cot x), ഇൻ്റഗ്രൽ sec(x) ലോഗ് മോഡ് sec(x + tan x). അവസാനം എല്ലായിടത്തും c. ക്ലിയർ? ഇനി നാം നോക്ക്, ഇത് ഇൻ്റഗ്രൽ 1/√1 - x², sin ഇൻവേഴ്സ് x, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് -cos ഇൻവേഴ്സ് x എന്നും പറയാം, രണ്ടും ശരിയാണ്. ഇൻ്റഗ്രൽ 1/1 + x² എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x. ജനറലി നമ്മൾ tan ഇൻവേഴ്സ് x യൂസ് ചെയ്യുക. ഇനി ഇത് -cot ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, നോ പ്രോബ്ലം. അടുത്തത് ഇൻ്റഗ്രൽ 1/x × √x² - 1 sec ഇൻവേഴ്സ് x, അല്ലെങ്കിൽ -cosec ഇൻവേഴ്സ് x + c, രണ്ടും കറക്റ്റാണ്. ക്ലിയർ? അപ്പോൾ 23 ഇക്വേഷൻസ് നിങ്ങൾ കണ്ടു. അടുത്ത് നോക്കും, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ പല ചോദ്യങ്ങളിലും നിങ്ങൾ ഇൻ്റഗ്രേഷനിൽ, ഇവിടെയും ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലും അതേപോലെ മുന്നോട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ കാണാനുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന 2 റിസൾട്ടുകളാണിത്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് f'(x) ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ആണെങ്കിൽ ആൻസർ ഈസ് ലോഗ് മോഡ് f(x). എന്താണ് ലോഗ് മോഡ് f(x)? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് ഡിനോമിനേറ്ററിലും ആണെങ്കിൽ ആൻസർ ഈസ് 2√f(x). എന്താണ് 2√f(x)? സിമ്പിൾ. ഓക്കെ, അതും പഠിച്ചു. ആൻഡ് അടുത്ത നോക്കിക്കോ, ഇൻ്റഗ്രേഷൻ ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽസ് ഓഫ് പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് ഉണ്ടാവുക, പക്ഷേ എഴുതി പഠിക്കണം. ഇത് തമ്മിലൊക്കെ ചെറിയൊരു കണക്ഷനൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് നോക്ക്, ഡിനോമിനേറ്ററിൽ 1/,
എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ എഴുതുക 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇത് ഡിനോമിനേറ്ററിൽ അത് റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് 1/√x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്നും നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, നമ്മൾ പറയും, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തരും. ആൻഡ് ഇക്വേഷൻസ് ആദ്യം പഠിച്ചു നോക്കുക എന്നുള്ളതാണ്. 1/√x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നിങ്ങൾക്ക് തന്നെ ചെറിയൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒന്നുമില്ല, ലോഗ് മോഡ് എക്സ് പ്ലസ് പിന്നെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള എന്താണോ ഉള്ളത് അത്, റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത്. പക്ഷേ 1/√a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ ഏത് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും ആകാം. എ ഇസ് എ കോൺസ്റ്റൻറ്റ്. റെഡി? ഇനി ഇതേ സംഭവം ന്യൂമറേറ്ററിലായിട്ട് തന്നെ, അതായത് റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെയാണെങ്കിൽ ഇതും കണക്റ്റഡാണ്. റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് x/2 എന്ന് പറഞ്ഞ ടേം കാണാം. x/2 ഇൻറ്റു റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് x/2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. പിന്നെ എ സ്ക്വയറിന് മുമ്പുള്ള സൈന് നോക്കുക, മൈനസ്. അപ്പം മൈനസ് എ സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കുക. ഇവിടുത്തെ കേസിൽ ഇവിടെ പ്ലസ് എ സ്ക്വയർ ആയതുകൊണ്ട് പ്ലസ് എ സ്ക്വയർ ബൈ 2. ഇവിടുത്തെ കേസിൽ പ്ലസ് എ സ്ക്വയറിന് മുമ്പിൽ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എ സ്ക്വയർ ബൈ 2. ആ സൈൻ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്തത് പിന്നെ നോക്ക്, 1/√x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആകുമ്പോൾ എന്താണോ ആൻസർ അത് ഇതിനോട് ചേർത്ത് കൊടുത്താൽ മതി. ഇൻറ്റു എന്ന് പറഞ്ഞ ഇത് പ്ലസ് സി. 1/√x സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ആൻസർ എന്തായിരുന്നു അത് ഇതിനോട് ഇട്ട് കൊടുക്കുക. അതിൻ്റെത് കഴിഞ്ഞു. 1/√a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ആൻസർ എന്താണോ അത് ഇതിനോട് ചേർത്ത് കൊടുക്കുക. എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഈ ഒരു സാധനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളത്, കാരണം അടുത്ത ചാപ്റ്ററിൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്, മറക്കരുത്. 34 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫങ്ഷൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോ, 1 and 2. ഈ 1ഉം 2ഉം നമ്മുടെ കയ്യിലുള്ള രണ്ട് ഫങ്ഷൻസാണ്. ഏതെങ്കിലും രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ, ഏത് രണ്ട് ഫങ്ഷൻസ് ആണെങ്കിലും നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഈ കിട്ടിയ ആൻസറിനെയാണ് നമ്മളിത് ഈ ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾ ക്ലിയർ ആവും. ഇവിടെ ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ഏത്, സെക്കൻഡ് ഫംഗ്ഷൻ ഏത് ചൂസ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്, ലോഗ്, ഓൾജിബ്ര, ട്രിഗണോമെട്രി, എക്സ്പോണൻഷ്യൽ. അതും പഠിച്ചു വെക്കണം. ഓക്കെ, ആൻഡ് അടുത്തതുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇതും കൂടിയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഇനി പഠിച്ചു വെക്കേണ്ടത്. സിമ്പിൾ കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് നോക്കിക്കോ, ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞാൽ ഈ സംഭവമല്ലേ ലിമിറ്റ്, ഇത് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക, അതായത് തിരിച്ചിടുക. അപ്പോൾ മുകളിലെയും താഴെ ബിയും ആണെങ്കിൽ ഒന്നുമില്ല, ഈ ആൻസർ കിട്ടുന്നതിൽ നിന്ന് ഒരു മൈനസ് പുറത്ത് വരും, അത്രേ മാറ്റുള്ളൂ. പഠിക്കാം. അടുത്തത് a to b f(x) dx എന്ന് പറഞ്ഞാലും a to b f(t) dt എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ sin x dx എന്നും ഇവിടെ sin t dt എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം. ആക്ച്വലി ലിമിറ്റ് സെയിം ആണെങ്കിൽ രണ്ടിൻ്റെയും വാല്യൂ ഒന്ന് മാത്രമേ കിട്ടും, നോ പ്രോബ്ലം. അടുത്തത് ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞാൽ എൻ്റെയും ബിൻ്റെയും നടുവിലുള്ള ആളാണ് സി എന്ന് വിചാരിച്ചു. എൻ്റെയും ബിൻ്റെയും നടുവിലുള്ള ആളാണ് സി എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ a to b f(x) dx ഈക്വൽ ടു, നോക്കിക്കേ, ഇൻ്റഗ്രൽ a to c f(x) dx പ്ലസ് ഇൻ്റഗ്രൽ c to a f(x) dx എന്ന് എഴുതാം. അതായത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന അർത്ഥം അതിൻ്റെ. എ സി ബി, സി എന്ന് പറയുന്നത് എൻ്റെയും ബിൻ്റെയും നടുവിലാണ്. അപ്പം നിങ്ങൾക്ക് എ മുതൽ സി വരെ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, പ്ലസ് ആ സി മുതൽ ബി വരെ അവസാനിക്കുന്ന ബി വരെയും വീണ്ടും ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സിമ്പിൾ. അടുത്തത് ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ a to b, നോക്കിക്കേ, ഈ എക്സില്ലേ അതിന് പകരം ഈ എയും ബിയും കൂടി കൂട്ടുക, a പ്ലസ് ബി, അതിൽ നിന്ന് എക്സ് മൈനസ് ചെയ്യുക, a പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്, അതിന് ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇക്വേഷൻസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കൂടുതൽ ക്ലിയർ ആവുക. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ് ഇത് 0 to f(x) dx എന്ന് പറഞ്ഞാൽ, നോക്കണേ, 0 to f(x) dx ആണെങ്കിൽ 0 to a f ഓഫ് ഈ എയും
അത് എക്സിൽ നിന്ന് മൈനസ് ചെയ്തത് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് കൊടുത്താൽ മതി. സിമ്പിളാ, നോ പ്രോബ്ലം. അതും പഠിച്ചേക്കാം. അടുത്തത്, ഇവിടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒരു നമ്പറും അതിൻ്റെ നെഗറ്റീവ് മൈനസ് എയും എയും ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ 2 ഇൻറ്റു ഈ മൈനസ് എക്ക് പകരം 0 കൊടുത്തിട്ട് 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് കിട്ടും. 0 കിട്ടുന്നത് ഈ ഫംഗ്ഷൻ ഓടാകുന്ന സമയത്താണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഓടാകുമ്പോൾ, ഓടാകണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാ, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആകണം. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആകണം. ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയാൽ മതി. അപ്പോൾ ഈവൻ ആകുമ്പോഴുള്ള ആൻസർ 2 ഇൻറ്റു 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതാണ്. അടുത്തത് 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ 2a എന്നാണ് പറയുന്നത്, എ അല്ല 2a. അതിൻ്റെ ആൻസർ 0 വരും. ഏത് കേസിൽ എന്നറിയോ? എഫ് ഓഫ് 2a മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ, അവിടെ ഉള്ളതുപോലെ തന്നെ എഫ് ഓഫ് 2a മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ, അല്ലെങ്കിൽ 2 ഇൻറ്റു 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് കിട്ടും. ഏത് കേസിൽ? എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ. ക്ലിയർ? അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. 42 ഇക്വേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. 42 പിന്നെ വരുന്നതൊക്കെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഒക്കെ അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇൻ്റഗ്രേഷനിൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 42 റിസൾട്ടുകൾ നമ്മൾ എഴുതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു നോട്ട്, ഈ ഒരു PDF വേണമെങ്കിൽ ഇത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാം. ഈസി മാത്സ് എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ്ലി ഫോർ മാത്സ് +2 മാത്സ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള നമ്മുടെ ചാനലുണ്ട് ഈസി മാത്സ്, അതിലിടാം. നിങ്ങൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളെല്ലാവരും ആ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാണാം, ഇൻ്റഗ്രേഷൻ അടിപൊളിയായിട്ട് പഠിക്കണം. ഇനിയും അങ്ങോട്ട് നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ്റെ ഒരുപാട് വീഡിയോകൾ തരുന്നതായിരിക്കും. യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ബൈ.